ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം. ഈ പ്ലാറ്റ്ഫോമിലൂടെ എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം യേശു ലോകത്തിൻ്റെ വെളിച്ചം എന്നതാണ്. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം. യേശു പിന്നെയും അവരോട് സംസാരിച്ചു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനാകും എന്ന് പറഞ്ഞു. ലോകത്തിൽ 2 വിധ വെളിച്ചങ്ങളുണ്ട്. ഒന്ന് അക്ഷരിക വെളിച്ചം, അതായത് സൂര്യന്റെ വെളിച്ചം. 2 ആത്മീക വെളിച്ചം, അതായത് കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെയുള്ള നിത്യപ്രകാശം. സൂര്യന്റെ വെളിച്ചത്തെക്കുറിച്ച് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ഇരുൾ നിറഞ്ഞ ഭൂമിയിൽ വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. വെളിച്ചമുണ്ടായി. വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു. ദൈവം വെളിച്ചത്തിന് പകലെന്നും ഇരുളിന് രാത്രി എന്നും പേരിട്ടു. 1-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ പകൽ വാഴുവാൻ വലിപ്പമേറിയ വെളിച്ചവും രാത്രി വാഴുവാൻ വലിപ്പം കുറഞ്ഞ വെളിച്ചവുമായി 2 വലിയ വെളിച്ചങ്ങളെ ഉണ്ടാക്കി. 17-ാം വാക്യത്തിൽ ഭൂമിയെ പ്രകാശിപ്പിക്കുവാനും പകലും രാത്രിയും വാഴുവാനും വെളിച്ചത്തെയും ഇരുളിനെയും തമ്മിൽ വേർപിരിപ്പാനുമായി ദൈവം അവയെ ആകാശവിധാനത്തിൽ നിർത്തി. 19-ാം സങ്കീർത്തനത്തിന്റെ 6-ാം വാക്യത്തിൽ ആകാശത്തിന്റെ അറ്റത്തു നിന്ന് അതിൻ്റെ ഉദയവും അറുതി വരെ അതിൻ്റെ അയനവുമാകുന്നു എന്ന് കാണാം. അതിൻ്റെ ഉഷ്ണമേൽക്കാതെ മറഞ്ഞിരിക്കുന്നത് ഒന്നുമില്ല. അതേ സങ്കീർത്തനം 5-ാം വാക്യത്തിൽ അത് മണവറയിൽ നിന്ന് പുറപ്പെടുന്ന മണവാളന് തുല്യം വീരനെ പോലെ തൻ്റെ ഓട്ടം ഓടുവാൻ സന്തോഷിക്കുന്നു എന്ന് കാണുന്നു. അതായത് ദൈവസൃഷ്ടിയായ സൂര്യൻ ദൈവത്തിന്റെ കൽപ്പനയെ പൂർണ്ണമായി അനുസരിച്ച് ദൈവം കൊടുത്തിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളെ ഭംഗിയായി നിർവഹിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. എന്നാൽ ആത്മീക വെളിച്ചമായ ക്രിസ്തു, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ആദിയിൽ, അതായത് ആകാശത്തെയും ഭൂമിയെയും ചരാചരങ്ങളെയും ഒക്കെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ ഉണ്ടായിരുന്നവനും ദൈവത്തോടു കൂടെ ആയിരുന്നവനും ദൈവമായിരുന്നവനുമാണ്. സകലവും യേശു മുഖാന്തരമുളവായി. ഈ യേശുവിൻ്റെ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു എന്ന് കാണാം. യേശുക്രിസ്തുവിൽ കൂടെയുള്ള ഈ വെളിച്ചത്തിന്റെ ആവശ്യകത വന്നത് ദൈവം തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ച മനുഷ്യരായ ആദമും ഹൗവയും ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ച് അനുസരണക്കേട് കാണിച്ച് ദൈവതേജസ് നഷ്ടപ്പെടുത്തി തൽഫലമായി അവർ ഇരുട്ടിന് അധീനരായി തീർന്നു. അവർ മൂലം മനുഷ്യവർഗം മുഴുവൻ പാപമെന്ന ഇരുട്ടിന്റെ അധികാരിയായ പിശാചിന്റെ അടിമത്തത്തിലായിപ്പോയി. ഇങ്ങനെ നഷ്ടപ്പെട്ടു പോയ മനുഷ്യവർഗത്തെ രക്ഷിപ്പാൻ ദൈവം തന്റെ സ്വന്തം പുത്രനെ മറി എന്ന കന്യകയിലൂടെ പരിശുദ്ധാത്മാവിനാൽ ദൈവത്തിന്റെ പുത്രനായി ഈ ഭൂമിയിലേക്ക് അയച്ചു. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 78-ാം വാക്യത്തിലും യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 34-ാം വാക്യത്തിലും കൂടി നമുക്ക് കാണുവാൻ കഴിയുന്നത്, ഇരുളിലും മരണനിഴലിലും ആയിരുന്ന മനുഷ്യവർഗത്തെ രക്ഷിപ്പാൻ യേശു കാൽവറി ക്രൂശിൽ തൻ്റെ അവസാനത്തെ തുള്ളി രക്തം വരെയും നമുക്കായി തന്നു എന്നതാണ്. ലേവ്യ പുസ്തകം 17-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ കാണുന്നത്, മാംസത്തിന്റെ ജീവൻ രക്തത്തിലല്ലോ ഇരിക്കുന്നത്. യാഗപീഠത്തിന്മേൽ നിങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിപ്പാൻ ഞാനത് നിങ്ങൾക്ക് തന്നിരിക്കുന്നു. രക്തമല്ലോ ജീവൻ മൂലമായി പ്രായശ്ചിത്തമാകുന്നത്. അതാണ് കർത്താവായ യേശു ക്രിസ്തു സകല മനുഷ്യവർഗത്തെയും വെളിച്ചത്തിലേക്ക് നയിക്കുവാൻ കാൽവറി ക്രൂശിലൂടെ നിവർത്തിച്ചത്. അതുകൊണ്ടാണ് യേശു പറയുന്നത്, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനാകുമെന്ന്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു എന്ന് കാണാം. മത്തായി സുവിശേഷം 4-ാം അധ്യായം 15-ാം വാക്യത്തിൽ ഇരുട്ടിലിരിക്കുന്ന ജനം വലിയ വെളിച്ചം കണ്ടു. മരണത്തിന്റെ ദേശത്തിലും നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം ഉദിച്ചു. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 46-ാം വാക്യത്തിൽ എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഇരുളിൽ വസിക്കാതിരിപ്പാൻ ഞാൻ വെളിച്ചമായി ലോകത്തിൽ വന്നിരിക്കുന്നു എന്ന് കാണുന്നു. ഈ വെളിച്ചം നമുക്കെല്ലാവർക്കും പ്രാപിപ്പാൻ കഴിയും. റോമാലേഖനം 10-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ കാണുന്നത് പോലെ യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്യുന്നതിലൂടെ നമുക്കും വെളിച്ചത്തിന്റെ മക്കളായി തീരുവാൻ, അതായത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ മക്കളായി തീരുവാൻ കഴിയും. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു എന്ന് കാണുന്നു. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരനായ ദാവീദ് 16-ാം സങ്കീർത്തന 2-ാം വാക്യത്തിൽ യഹോവേ നീ എൻ്റെ കർത്താവാകുന്നു എന്ന് പറയുന്നു. 27-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു എന്ന് പറയുന്നു. 36-ാം സങ്കീർത്തനത്തിന്റെ 9-ാം വാക്യത്തിൽ നിന്റെ പ്രകാശത്തിൽ ഞങ്ങൾ പ്രകാശം കാണുന്നു എന്ന് പറയും.
അതായത് കർത്താവായ യേശു ക്രിസ്തു എന്നത് നിത്യപ്രകാശമാണ്. അതുകൊണ്ടാണ് യെശയ്യാ പ്രവചനം 60-ാം അധ്യായത്തിന്റെ 20-21 വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ഇനി പകൽ നേരത്ത് നിനക്ക് വെളിച്ചം തരുന്നത് സൂര്യനല്ല, നിനക്ക് നിലാവട്ടം തരുന്നത് ചന്ദ്രനുമല്ല, യഹോവ നിനക്ക് നിത്യപ്രകാശവും നിന്റെ ദൈവം നിന്റെ തേജസ്സുമാകുന്നു. നിന്റെ സൂര്യൻ ഇനി അസ്തമിക്കയില്ല, നിന്റെ ചന്ദ്രൻ ഇനി മറഞ്ഞു പോകുകയുമില്ല. യഹോവ നിന്റെ നിത്യപ്രകാശമായിരിക്കും, നിന്റെ ദുഃഖകാലം തീർന്നു പോകും. പുതിയ നിയമത്തിൽ തന്നെ ശൗൽ എന്ന പൗലോസ് എന്ന വ്യക്തിയെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും. കർത്താവിന്റെ പ്രകാശത്താൽ പ്രകാശിതനായി ക്രിസ്തുവിന്റെ വക്താവായി ദൈവത്തിന് വേണ്ടി നിലകൊണ്ട ഒരു മനുഷ്യൻ. ഈ ശൗൽ എന്ന വ്യക്തി കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ദൈവത്തിൽ പ്രത്യാശ വെച്ച് ജീവിക്കുന്ന തന്റെ ശിഷ്യഗണത്തെ ഒക്കെയും ഉപദ്രവിക്കുകയും പല നിലകളിൽ പീഡിപ്പിക്കുകയും ചെയ്തൊരു വ്യക്തിയാണ്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു ഒരു ദിവസം അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിലും 26-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിലും ഇങ്ങനെ കാണുവാൻ കഴിയുന്നു, ആകാശത്തുനിന്ന് ഒരു വെളിച്ചം അവനെ ചുറ്റിമിന്നി, സൂര്യന്റെ പ്രകാശത്തെ കവിഞ്ഞൊരു പ്രകാശം എന്ന് നമുക്ക് അവിടെ കാണുവാൻ കഴിയും. അപ്പോൾ ശൗൽ കർത്താവിനോട് ചോദിക്കുകയാണ്, നീ ആരാകുന്നു കർത്താവേ എന്ന്. നീ ഉപദ്രവിക്കുന്ന യേശുവാണ് ഞാനെന്ന് പറഞ്ഞു. ഈ ശബ്ദം കേട്ട മാത്രയിൽ തന്നെ ശൗൽ നിലത്ത് വീണു. അവന്റെ കണ്ണുകളുടെ കാഴ്ചകൾ നഷ്ടപ്പെട്ടു. 3 ദിവസം അവൻ ഭക്ഷണം കഴിക്കാതെയും കണ്ണു കാണാതെയും ഇരുന്നു എന്നാണ് വിശുദ്ധ വേദപുസ്തകം നമ്മളോട് പറയുന്നത്. 9-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ കാഴ്ച ലഭിച്ച് അവൻ എഴുന്നേറ്റ് ആഹാരം കൈക്കൊണ്ട് ബലം പ്രാപിച്ചു. മാത്രമല്ല ലോകത്തിന്റെ വെളിച്ചമായ യേശുവിന്റെ വക്താവായി, ലോകത്തിൽ ക്രിസ്തുവിന്റെ പത്രമായി പ്രകാശം പരത്തിയതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ച് പ്രസംഗിച്ച് നടന്ന ഒരു വ്യക്തിയായിരുന്നു ഈ ശൗൽ എന്ന പൗലോസ്. നിത്യപ്രകാശമായ കർത്താവിന്റെ പ്രകാശത്താൽ അവൻ പ്രകാശിതനായി തീർന്നു. അക്ഷരിക ലോകത്തിന്റെ ഒരു വെളിച്ചങ്ങളുമല്ല യഥാർത്ഥ വെളിച്ചമെന്ന് ദൈവം, അതായത് കർത്താവായ യേശു ക്രിസ്തുവിന് മനസ്സിലാക്കി കൊടുത്തു. അതുകൊണ്ട് തന്നെ അന്ത്യത്തോളം വിശ്വസ്തയോടെ കർത്താവിന്റെ ശുശ്രൂഷ ചെയ്തതായിട്ട് വിശുദ്ധ വേദപുസ്തകത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഇങ്ങനെ കർത്താവിന്റെ പ്രകാശം ലഭിച്ചിരിക്കുന്ന നാം എല്ലാവരും അതിന്റെ ഫലം പുറപ്പെടുവിക്കുന്നവരായി തീരണമെന്നും വിശുദ്ധ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ സകല സൽഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിന്റെ ഫലം. ഇത് നമ്മിൽ നിന്നൊക്കെയും പുറപ്പെടേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഇങ്ങനെ തന്നെ ആയിരിക്കണം. നമ്മളിൽ നിന്ന് ഇത് മാത്രമേ പുറപ്പെടുവാൻ പാടുള്ളൂ. അങ്ങനെയായാൽ ലോകത്തിന്റെ വെളിച്ചമായ യേശുവിൽ കൂടി വെളിപ്പാട് പുസ്തകം 21-22 അധ്യായങ്ങൾ പറയുന്നത് പോലെ കുഞ്ഞാട് വിളക്കായിരിക്കുന്ന, ഒരിക്കലും കെട്ടുപോകാത്ത ദൈവ തേജസ്സിന്റെ പ്രകാശത്തിലേക്ക് നമുക്കും പ്രവേശിക്കപ്പെടാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ.